Hello everyone, welcome back to my video. Today we'll be discussing CPT respiratory system practice questions. First question, a patient with chronic emphysema has surgery to remove both lobes of the left lung. ഇവിടെ പേഷ്യൻ്റ് ക്രോണിക് എംഫൈസീമ ഉള്ള പേഷ്യൻ്റ് ആണ്. പേഷ്യൻറ്റിൻ്റെ ലെഫ്റ്റ് ലങ്ങിൻ്റെ 2 lobes ആണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലോബ്സ് ഓഫ് ലെഫ്റ്റ് ലങ് ആണ് റിമൂവ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ലങ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും ആയിട്ട് 2 lungs, അതായത് 1 pair of lungs ആണുള്ളത്. അതിൽ റൈറ്റ് ലങ്ങിൽ 3 lobesഉം ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബുകളാണുള്ളത്. അപ്പോൾ നമ്മൾ കോഡുകൾ എടുക്കുമ്പോൾ ഇതിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലങ്ങിൽ നിന്ന് 2 lobe റിമൂവ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ലെഫ്റ്റ് ലങ്ങും റിമൂവ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ് വരിക. പക്ഷേ നമ്മുടെ റൈറ്റ് ലങ്ങിൽ 3 lobe ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് 2 റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാലും ബാക്കി നമുക്ക് ഒരു ലോബ് ബാലൻസ് ഉണ്ട്. അപ്പം നമുക്കതിനെ കംപ്ലീറ്റ് ലങ്സിൻ്റെ റിമൂവൽ ന്യൂമോണെക്ടമി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ റൈറ്റ് ലങ്ങിൽ നിന്ന് 2 lobes അല്ലെങ്കിൽ റൈറ്റ് ലങ്ങിൽ നിന്ന് 3 lobes ആണ് റിമൂവ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂമോണെക്ടമി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഈ ലങ് ലോബുകൾ റിമൂവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ബോത്ത് ലോബ്സ് ഓഫ് ദി ലെഫ്റ്റ് ലങ് റിമൂവ് ചെയ്തു എന്നാണ്. ദാറ്റ് ഇസ് ലെഫ്റ്റ് ലങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ബൈലോബെക്ടമിയുടെ കോഡല്ല എടുക്കേണ്ടത്. നമുക്ക് സെഗ്മെൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, 2 lobes റിമൂവ് ചെയ്ത കോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ലങ്ങിൻ്റെ റിമൂവലാണ്. കാരണം എന്താ, ലെഫ്റ്റ് ലങ്ങിൽ 2 lobesഉം റിമൂവ് ചെയ്യാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 32440 വിച്ച് ഇസ് റിമൂവൽ ഓഫ് ലങ് ന്യൂമോണെക്ടമി ആണ്. ഓപ്ഷൻ ബി 32482 വിച്ച് ഇസ് റിമൂവൽ ഓഫ് ലങ് അതർ ദാൻ ന്യൂമോണെക്ടമി 2 lobes ആണ്. ഇനി ഓപ്ഷൻ സി 32663 × 2 ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോഡ് എന്ന് പറയുന്നത് തൊറാക്കോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന ലോബെക്ടമിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തൊറാക്കോസ്കോപ്പിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വൺ ഓപ്ഷൻ ഡി 32310 ആണ്. ദാറ്റ് ഇസ് പ്ലൂറെക്ടമി പെറൈറ്റൽ വിച്ച് ഇസ് എ സെപ്പറേറ്റ് പ്രൊസീജിയർ എന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് എടുക്കാം. കാരണം നമ്മുടെ ലങ്സിൻ്റെ ലെഫ്റ്റ് ലങ്ങിൻ്റെ 2 lobes ആണ് റിമൂവ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ന്യൂമോണെക്ടമി. Next question, if a surgeon is performing a surgical sinus endoscopy to control a nasal hemorrhage and chooses to perform a necessary sinusotomy while he is there, he can bill for each individual services. Option A true, option B false. അതായത് ഇവിടെ ഒരു സർജൻ സൈനസ് എൻഡോസ്കോപ്പി ചെയ്യാണ്, ടു കൺട്രോൾ എ നേസൽ ഹെമറേജ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സൈനസോട്ടോമിയും കൂടി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇതും കൂടി ബില്ല് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫോൾസ് ആണ്. അതായത് ഒരു സൈനസ് എൻഡോസ്കോപ്പിയുടെ കൂടെ നമ്മൾ സൈനസോട്ടോമി സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കോഡ് നമ്പർ 31231ൻ്റെ മുകളിലുള്ള പാരഗ്രാഫിൽ, ദാറ്റ് ഇസ് എൻഡോസ്കോപ്പി ആണ്, സൈനസ് എൻഡോസ്കോപ്പി, അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലൈനിൽ തന്നെ എ സർജിക്കൽ സൈനസ് എൻഡോസ്കോപ്പി ഇൻക്ലൂഡ്സ് എ സൈനസോട്ടോമി വെൻ അപ്രോപ്രിയേറ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി. അതായത് സർജിക്കൽ ആയിട്ടുള്ള ഒരു സൈനസ് എൻഡോസ്കോപ്പിയിൽ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പിയും അതുപോലെ തന്നെ സൈനസോട്ടോമിയും ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ല എവിടെയാണ് സൈനസ് എൻഡോസ്കോപ്പിയുടെ പോർഷൻ എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ CPT ഇൻഡെക്സിൽ പോയിട്ട് സൈനസോട്ടോമി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 31233 അങ്ങനെയുള്ള കോഡുകളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്ന് ഈ ഒരു പാരഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസറും കിട്ടും. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി ഫോൾസ്. അതായത് നമ്മളൊരു സൈനസ് എൻഡോസ്കോപ്പിയിൽ ഓൾറെഡി സൈനസോട്ടോമിയും ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പിയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ എ ഫ്രണ്ടൽ സൈനസോട്ടോമി നോൺ ഒബ്ലിറ്ററേറ്റീവ് വിത്ത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ് ബ്രോ ഇൻസിഷൻ? ഇതിലെ ഓരോ ടേംസും നമ്മൾ
കറക്റ്റായിട്ട് നോക്കണം. കാരണം ഇതൊരു 1 ലൈനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ഓരോ വേർഡുകളും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കോഡ് എടുക്കാനായിട്ട്. ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ 31080 ആണ്. ദാറ്റ് ഇസ് സൈനസോട്ടോമി ഫ്രണ്ടൽ, ഒബ്ലിറ്ററേറ്റീവ് വിത്തൗട്ട് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ്, ബ്രോ ഇൻസിഷൻ. Option B 31087, which is sinusotomy frontal, non-obliterative with osteoplastic flap, coronal incision ആണ്. ഇവിടെ ഇൻസിഷൻ വേറെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി 31084 ആണ്, which is sinusotomy frontal, obliterative with osteoplastic flap, brow incision. ഓപ്ഷൻ ഡി 31086 ആണ്, which is non-obliterative with osteoplastic flap, brow incision. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സൈനസോട്ടോമി ഫ്രണ്ടൽ, ഓക്കെ, അത് ആദ്യം കറക്റ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഒബ്ലിറ്ററേറ്റീവ് ആണോ നോൺ ഒബ്ലിറ്ററേറ്റീവ് ആണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോൺ ഒബ്ലിറ്ററേറ്റീവ് ആണ് തന്നിട്ടുള്ളത്. വിത്ത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ് ആണോ വിത്തൗട്ട് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ് ആണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ വിത്ത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ് ആണ്. അതുപോലെ തന്നെ കൊറോണൽ ഇൻസിഷൻ ആണോ ബ്രോ ഇൻസിഷൻ ആണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്രോ ഇൻസിഷൻ ആണ്. അപ്പം നമുക്ക് വേണ്ടത് നോൺ ഒബ്ലിറ്ററേറ്റീവ് വിത്ത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫ്ലാപ്പ്, ബ്രോ ഇൻസിഷൻ ആണ്. സോ ദ ആൻസർ വുഡ് ബി ഓപ്ഷൻ ഡി 31086, which states that sinusotomy frontal, non-obliterative with osteoplastic flap, brow incision. The next question is, a surgeon started with a diagnostic thoracoscopy. During the same surgical session, she completed a surgical thoracoscopy to control a hemorrhage. How would you report this procedure? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സർജൻ ഡയഗ്നോസ്റ്റിക് thoracoscopy ആണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു സെയിം സർജിക്കൽ സെഷനിൽ തന്നെ ഒരു സർജിക്കൽ thoracoscopyയും കൂടി പെർഫോം ചെയ്യേണ്ടി വരികയാണ് ടു കൺട്രോൾ എ ഹെമറേജ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോ കോഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയഗ്നോസ്റ്റിക് thoracoscopy ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഒരു സർജിക്കൽ thoracoscopyയും കൂടി ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എൻഡോസ്കോപ്പിക്കൽ പ്രൊസീജിയേഴ്സിൽ, അതായത് ഒരു സർജിക്കൽ എൻഡോസ്കോപ്പി ഓൾവേസ് ഇൻക്ലൂഡ്സ് എ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി. അതായത് ഏതൊരു എൻഡോസ്കോപ്പി പ്രൊസീജിയറിലും ഒരു സർജിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഒരു സർജിക്കൽ എൻഡോസ്കോപ്പി അത് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സെയിം സെഷനിൽ തന്നെയാണെങ്കിൽ നമ്മൾ സർജിക്കൽ എൻഡോസ്കോപ്പി മാത്രം കോഡ് ചെയ്താൽ മതി. കാരണം ഈ സർജിക്കൽ എൻഡോസ്കോപ്പിയിൽ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിലും അത് തന്നെയാണ് കേസ് എന്ന് പറയുന്നത്. ഒരു സർജിക്കൽ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സർജിക്കൽ thoracoscopy ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് thoracoscopyയും അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, ഓപ്ഷൻ ബിയിലും സിയിലും 2 കോഡുകളുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊസീജിയർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സർജിക്കൽ thoracoscopyയുടെ മാത്രം കോഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഡയഗ്നോസ്റ്റിക് thoracoscopy ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും സിയും നേരെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എയും ഡിയുമാണ്. ഓക്കെ, ഇനി എ എന്താന്ന് നോക്കുക, ഡി എന്താന്ന് നോക്കുക. 32601 thoracoscopy ഡയഗ്നോസ്റ്റിക് ആണ്. അതായത് ഇതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ 32654 ആണ്, which is thoracoscopy surgical with control of traumatic hemorrhage. അപ്പോൾ നമുക്ക് സർജിക്കൽ thoracoscopy with control of hemorrhageൻ്റെ കോഡ് നമുക്ക് ഓപ്ഷൻ ഡി 32654 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി മതി, 32654. പിന്നെ ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു, വാട്ട് ഈസ് thoracoscopy? thoracoscopy എന്ന് പറയുമ്പോൾ എൻഡോസ്കോപ്പി ത്രൂ ചെസ്റ്റ് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് തൊറാക്സ് വഴി എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ് thoracoscopy എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, അത് ഞാൻ വിട്ടുപോയി.
Next question. A 3-year-old girl is playing with a marble and sticks it in her nose. Her mother is unable to lodge the marble, so she takes her to the physician's office. The physician removes the marble with hemostats. What are the CPT codes reported? ഇവിടെ ഒരു 3-year-old ഗേൾ മാബിൾ വെച്ച് കളിക്കായിരുന്നു. ഈ മാബിൾ പീസസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈ കുട്ടി എന്താ ചെയ്തേ, നോസിലേക്ക് സ്റ്റഫ് ചെയ്തു. പക്ഷെ മദറിന് അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല. സോ ഒരു ഫിസിഷ്യൻ്റെ ഓഫീസിൽ വന്നു. ഫിസിഷ്യൻ ഈ മാബിളിനെ റിമൂവ് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മൾ കോഡ് ചെയ്യേണ്ട സിനാരിയോ. ആൻഡ് ഓപ്ഷൻ എ 30300 റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഇൻട്രാനേസൽ ഓഫീസ് ടൈപ്പ് പ്രൊസീജിയർ. ഓപ്ഷൻ ബി 30310 removal of foreign body intranasal requiring general anesthesia. Option C 30150 which is rhinectomy partial. Option D 30320 removal of foreign body intranasal by lateral rhinotomy. ഇവിടെ നമുക്ക് ഓപ്ഷൻ എയിൽ 30300 എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ആണ്, ഇൻട്രാനേസൽ ആണ്, ഓഫീസ് ടൈപ്പ് പ്രൊസീജിയർ ആണ്. ഇവിടെ ഫിസിഷ്യൻ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മാബിൾ പീസ് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി 30310 പറയുന്നത് റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ അനസ്തീഷ്യ കൊടുത്ത കാര്യമോ അതൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയിൽ 30150 പറയുന്നത് റൈനക്ടമി ഭാഷയിലാണ്, നോസിൻ്റെ സർജിക്കൽ റിമൂവൽ ആണ് പറയുന്നത്. അതുമല്ല, അപ്പോൾ സി എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഡി എന്ന് പറയുന്നത് 30320 എന്ന് പറയുന്നത് റൈനോട്ടോമി വഴിയാണ്. ഇവിടെ ഇൻസിഷൻ ഇട്ടിട്ടൊന്നുമല്ല, ഡയറക്റ്റ് സ്റ്റഫ് ചെയ്ത ഒരു മാബിൾ പീസിനെ ഫിസിഷ്യൻ ഓഫീസിൽ വെച്ച് തന്നെ ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 30300. Next question. Which code would be used to report a complete primary reshaping of the external nose with elevation of the nasal tip? ഇവിടെ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് പ്രൈമറി റീഷേപ്പിംഗ് ഓഫ് ദി എക്സ്റ്റേണൽ നോസ് വിത്ത് എലിവേഷൻ ഓഫ് നേസൽ ടിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 30450 ആണ്, വിച്ച് ഇസ് റൈനോപ്ലാസ്റ്റി സെക്കൻഡറി മേജർ റിവിഷൻ ആണ്. നമുക്ക് സെക്കൻഡറി അല്ല, ക്വസ്റ്റ്യനിൽ പ്രൈമറി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി 30410 ആണ്, റൈനോപ്ലാസ്റ്റി പ്രൈമറി കംപ്ലീറ്റ് എക്സ്റ്റേണൽ പാർട്സ് ഇൻക്ലൂഡിംഗ് ബോണി പിരമിഡ്, ലാറ്ററൽ ആൻഡ് ഏല കാർട്ടിലേജസ് ആൻഡ് ഓർ എലിവേഷൻ ഓഫ് നേസൽ ടിപ്പാണ്. സോ ആൻസർ ബി ആയിട്ട് വരും. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൈമറി കംപ്ലീറ്റ് ആണ്, പ്രൈമറി ആണ്, റീഷേപ്പിംഗ് ഓഫ് ദി എക്സ്റ്റേണൽ നോസ് വിത്ത് എലിവേഷൻ ഓഫ് ദ നേസൽ ടിപ്പാണ്. കോഡ് ഡിസ്ക്രിപ്ഷനിലും ഇത് തന്നെയാണ് പറയുന്നത്. റൈനോപ്ലാസ്റ്റി പ്രൈമറി ആണ് ചെയ്തിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ എലിവേഷൻ ഓഫ് നേസൽ ടിപ്പും പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്ഷൻ സി നോക്കാം. 30400 വിച്ച് ഇസ് റൈനോപ്ലാസ്റ്റി പ്രൈമറി ലാറ്ററൽ ആൻഡ് ഏല കാർട്ടിലേജസ് ആൻഡ് ഓർ എലിവേഷൻ ഓഫ് നേസൽ ടിപ്പാണ്. ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാം, 30410 400 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. 30400 റൈനോപ്ലാസ്റ്റി പ്രൈമറി ലാറ്ററൽ ആൻഡ് ഏല കാർട്ടിലേജസ് ആൻഡ് ഓർ എലിവേഷൻ ഓഫ് നേസൽ ടിപ്പും പറഞ്ഞിട്ടുണ്ട്. 30410 കംപ്ലീറ്റ് external parts including bony pyramid, lateral and ala cartilages and or elevation of nasal tip പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? 30410 കംപ്ലീറ്റ് എന്നൊരു ടേം കാണാൻ പറ്റുള്ളൂ. 30400 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. Next question. A surgeon performs a high thoracotomy with resection of a single lung segment on a 57-year-old heavy smoker who had presented with a 6-month history of right shoulder pain. An apical lung biopsy had confirmed lung cancer. What CPT codes are reported? ഇവിടെ ഒരു 57-year-old heavy smoker വന്നിട്ടുണ്ട്. ഹി ഹാസ് 6 months ഓഫ് ഹിസ്റ്ററി ഓഫ് റൈറ്റ് ഷോൾഡർ പെയിൻ ആണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഹൈ തൊറാക്കോട്ടോമി വിത്ത് റിസെക്ഷൻ ഓഫ് എ സിംഗിൾ ലങ് സെഗ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത് സിംഗിൾ ലങ് സെഗ്മെൻ്റ് ആണ് ഇവിടെ റിസെക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 32100 വിച്ച് ഇസ് തൊറാക്കോട്ടോമി വിത്ത് എക്സ്പ്ലോറേഷൻ.
B 32484, which is removal of lung other than pneumonectomy, single segment, that is segmentectomy. Option C 32503, resection of apical lung tumor, including chest wall resection, ribs resections, neurovascular dissection when performed without chest wall reconstruction. ഓപ്ഷൻ ഡിയിൽ നമുക്ക് 2 കോഡുകളുണ്ട്. നമ്മളിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് 3 സീരീസിലുള്ള ആ കോഡ് മാത്രം നോക്കാം. 32551 ആണ്. 32551 എന്ന് പറയുന്നത് ട്യൂബ് തൊറാക്കോസ്റ്റോമി ഇൻക്ലൂഡ്സ് കണക്ഷൻ ടു ഡ്രെയിനേജ് സിസ്റ്റം വെൻ പെർഫോംഡ് ഓപ്പൺ സെപ്പറേറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ് പ്രൊസീജിയറിനെ വേറൊരു പ്രൊസീജിയർ കോഡിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഓപ്ഷൻ ഡിയിലുള്ള സെക്കൻഡ് കോഡുമായിട്ട് മാച്ചിങ്ങും അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി നോക്കിയാൽ മതി. ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, റിമൂവൽ ഓഫ് ലങ് അതർ ദാൻ ന്യൂമോണക്ടമി, സിംഗിൾ സെഗ്മെൻറ്റക്ടമി. അതായത് ന്യൂമോണക്ടമി അല്ലാത്ത വേറൊരു മെത്തേഡ് വഴി റിമൂവൽ ഓഫ് ലങ് ആണ്, സിംഗിൾ സെഗ്മെൻറ്റിൻ്റെ റിമൂവൽ ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലും തൊറാക്കോട്ടോമി വഴി സിംഗിൾ സെഗ്മെൻറ്റിൻ്റെ റിമൂവലാണ് പറയുന്നത്. അതായത് നമുക്കിപ്പം കംപ്ലീറ്റ് ലങ് റിമൂവൽ അല്ല, ഒരു സിംഗിൾ സെഗ്മെൻറ്റ് മാത്രമാണ് റിമൂവ് ചെയ്തിട്ടുള്ളൂ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. So the next question, a sinus endoscopy with the tissue removal from the sphenoid sinus was performed. The correct CPT code is, അതായത് ഇവിടെ സൈനസ് എൻഡോസ്കോപ്പി ആണ് ചെയ്തിട്ടുള്ളത്, വിത്ത് ടിഷ്യൂ റിമൂവലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ഫീനോയിഡ് സൈനസിൽ നിന്ന് ടിഷ്യൂ റിമൂവലാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ഹെൽപ്പ് ഓഫ് സൈനസ് എൻഡോസ്കോപ്പി. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഇസ് 31287, which is nasal or sinus endoscopy surgical with a sphenoidotomy ആണ്. ഓപ്ഷൻ ബി 31288, that is nasal or sinus endoscopy surgical with a sphenoidotomy with the removal of tissue from the sphenoid sinus. ഓപ്ഷൻ സി 31235 ആണ്, which is nasal or sinus endoscopy diagnostic with the sphenoid sinusoscopy ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ഡി 31050 ആണ്, which states that sinusotomy sphenoid with or without biopsy ആണ്. And the answer is option B 31288, കാരണം ഇവിടെയാണ് വിത്ത് റിമൂവൽ ഓഫ് ടിഷ്യൂ ഫ്രം ദ സ്ഫീനോയിഡ് സൈനസ് പറഞ്ഞിട്ടുള്ളത്. ഈ സർജിക്കൽ റിമൂവൽ, അതുപോലെ ഇൻസിഷൻ ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതായത് ഓട്ടമി, എക്ടമി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തു എന്നൊരു പ്രൊസീജിയറിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എൻഡോസ്കോപ്പിക്കലി ആണോ അതോ ഒരു ഓപ്പൺ ആയിട്ടാണോ ചെയ്തിട്ടുള്ളത്, നോർമലി ആണോ ചെയ്തത്. അതായത് ഇപ്പോൾ സർജിക്കൽ എക്ടമി, അതായത് റിമൂവൽ മാത്രമേ, എക്സിഷൻ മാത്രമേ പെർഫോം ചെയ്തുള്ളൂ, അതൊരു ഓപ്പൺ പ്രൊസീജിയർ ആണോ അതോ എൻഡോസ്കോപ്പിക്കലി ആണോ എക്ടമി പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കെയർഫുൾ ആവുക. അത് ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് റിമൂവൽ ചെയ്തതും ഉണ്ടാവും, എൻഡോസ്കോപ്പിക്കലി റിമൂവ് ചെയ്തതും ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കോഡ് വേണം പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്, കാരണം പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ എൻഡോസ്കോപ്പിക്കലി ആയിരിക്കും ഈ ഒരു എക്സിഷൻ അല്ലെങ്കിൽ എക്ടമി ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ ഓപ്പൺ എക്ടമിയുടെ കോഡുകളും അവിടെ തന്നിട്ടുണ്ടാവും. ഓപ്ഷൻ എയും ബിയും ഒക്കെ ഓപ്പൺ ആയിട്ട് ചെയ്തതായിരിക്കും. അപ്പം നമ്മളത് കാണുമ്പോൾ തന്നെ ഓക്കെ ഇതെല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിച്ച് അത് പിക്ക് ചെയ്യരുത്. ബാക്കിയുള്ള ഓപ്ഷൻ സിയും ഡിയും കൂടി ഇവാലുവേറ്റ് ചെയ്ത് അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അത്ര ഷുവറായിട്ട് മാത്രമേ നിങ്ങൾ ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ഏതൊരു ക്വസ്റ്റ്യൻ്റെ കേസിലായാലും നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അതെല്ലാം അങ്ങനെ പറ്റാത്ത കേസുകളിൽ നമ്മൾ ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞ് കൺഫേം ചെയ്യാതെ ബിയും സിയും ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പേഷ്യൻറ്റ് ഹാഡ് ബീൻ ഹൗസ് ഫോർ എ മന്ത്. His surgeon scheduled a direct laryngoscopy with injection of his vocal cords. During the surgery, it became necessary to use an operating microscope. How should these services be reported? അതായത് ഒരു പേഴ്സണ് ഡയറക്റ്റ് ലാരിങ്കോസ്കോപ്പി വിത്ത് ഇഞ്ചെക്ഷൻസ് ടു ഹിസ് വോക്കൽ കോഡ്സ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് തന്നെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ യൂസ് നെസസറി ആയിട്ട് വരികയാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്.
നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ സിയിൽ മാത്രം നമുക്ക് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ 69990 എന്നുള്ള കോഡ് കാണാൻ പറ്റും. ഇനി നമ്മൾ എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ 31571 ആണ്, വിച്ച് ഇസ് laryngoscopy direct with injection into vocal cords, therapeutic with operating microscope or telescope. Option B 31561, which is laryngoscopy direct operative with arytenoidectomy with operating microscope or telescope. Option C എക്സ്ട്രാ ഒരു 69990 എന്നുള്ള കോഡും കൂടി ഉണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി 31545 ആണ്, വിച്ച് ഇസ് laryngoscopy direct operative with operating microscope or telescope with submucosal removal of non-neoplastic lesions of vocal cord, reconstruction with local tissue flaps. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ കോഡ് ഡിസ്ക്രിപ്ഷനിലും ഓൾറെഡി വിത്ത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ഓർ ടെലിസ്കോപ്പിന് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇനി അതും കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ 69990 എന്നുള്ള കോഡ് എടുത്ത് നോക്കുക. അതിൻ്റെ താഴെ കുറേ കോഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ കോഡുകളുടെ കൂടെ ഈ ഒരു 69990 എന്നുള്ള ആ ഒരു കോഡും കൂടി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ആ ലിസ്റ്റിൽ 31571 ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ക്ലിയർ ആക്കാം. എന്നിട്ട് ഓപ്ഷൻ സി അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അവിടെ 31571 എന്നുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് 31571 ആണ്. അതായത് ലാരിങ്കോസ്കോപ്പി ഡയറക്റ്റ് വിത്ത് ഇഞ്ചക്ഷൻ ഇൻറ്റു വോക്കൽ കോഡ്സ്, തെറാപ്യൂട്ടിക് ആണ് വിത്ത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ഓർ ടെലിസ്കോപ്പ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ബിയിൽ 561 പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാരിങ്കോസ്കോപ്പി ഡയറക്റ്റ് ഓപ്പറേറ്റ് വിത്ത് അരിറ്റിനോയിഡെക്ടമി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഓപ്ഷൻ ഡി 31545 ലാരിങ്കോസ്കോപ്പി ഡയറക്റ്റ് ഓപ്പറേറ്റീവ് വിത്ത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് വിത്ത് സബ്മ്യൂക്കോസൽ റിമൂവൽ ഓഫ് നോൺ നിയോപ്ലാസ്റ്റിക് ലീഷൻ, അതായത് ലീഷൻ്റെ റിമൂവൽ, റീകൺസ്ട്രക്ഷൻ വിത്ത് ലോക്കൽ ടിഷ്യൂ ഫ്ലാപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡിയും കൂടി എലിമിനേറ്റ് ചെയ്താൽ വി ഗെറ്റ് ഓപ്ഷൻ എ 31571. Next question, Darlene underwent SRS or SRBT thoracic target delineation for stereotactic body radiation therapy. Her course of treatment required 4 sessions. How should the surgeon report this procedure? ഇവിടെ ഡാർലിൻ അണ്ടർവെൻഡ് ചെയ്തിട്ടുള്ളത് SRBT അല്ലെങ്കിൽ SRS എന്ന് പറയുന്ന സ്റ്റീരിയോടാറ്റിക് ബോഡി റേഡിയേഷൻ തെറാപ്പിയാണ്. ആ ആളുടെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 4 സെഷൻസ് ആണ്. ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഈ SRBT സ്റ്റീരിയോടാറ്റിക് ബോഡി റേഡിയേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, വിച്ച് ഇസ് എ റേഡിയേഷൻ തെറാപ്പി. ഇതിൽ ഒരു സർജനും ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും കൂടി കൊളാബറേറ്റ് ചെയ്ത് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൽ നടത്തുന്ന ഒരു തെറാപ്പി പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആകെ ഒരൊറ്റ കോഡേ വരുന്നുള്ളൂ, 32701 എന്നുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, thoracic targets delineation for stereotactic body radiation therapy, photon or particle beam, entire course of treatment. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിപ്പോൾ എത്ര സെഷനിലായാലും എത്ര ഡേയ്സ് ആയിട്ട് എടുത്തതായാലും ആ ഒരു കംപ്ലീറ്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 32701 എന്നുള്ള ഒരൊറ്റ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഈ ഒരു കോഡ് എൻറ്റയർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഇതിപ്പോൾ ഒരു 4 സെഷനായിട്ടായാലും 5 സെഷനായിട്ടായാലും, അതല്ല 3 സെഷനാണ്, അത് 2 ഡേയ്സിലാണ് ചെയ്തത്, 3 ഡേയ്സിലാണ് ചെയ്തത്, എങ്ങനെയാണെങ്കിലും ഇത് SRBT ആണെങ്കിൽ, സ്റ്റീരിയോടാറ്റിക് ബോഡി റേഡിയേഷൻ തെറാപ്പി ആണെങ്കിൽ നമുക്ക് 32701 എന്നുള്ള ഒരൊറ്റ കോഡ് റിപ്പോർട്ട് ചെയ്താൽ മതി. അതിപ്പോൾ എത്ര ഡേയ്സ് ആയാലും എത്ര സെഷൻസ് ആയാലും കാര്യമില്ല, നമുക്ക് ഇൻറ്റു 4 ഒന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഒരൊറ്റ കോഡ് മതി. ആ കോഡിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 4 സെഷൻസിൽ കൊടുത്ത കാര്യമാണ്. ഈ ഒരു 4 സെഷൻസും ഓപ്ഷൻ ഡി 32701 ഇൻക്ലൂഡഡ് ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 32701. അപ്പോൾ ഈ SRBTയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയി കോഡ് എടുത്തോളണം. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. നമുക്ക് ഒരൊറ്റ കോഡിൻ്റെ ആവശ്യമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ മറന്നുപോയി സ്റ്റീരിയോടാറ്റിക് ബോഡി റേഡിയേഷൻ തെറാപ്പിയുടെ കോഡ് 1 ടൈം ആണോ 2 ടൈം ആണോ എത്ര ടൈം കൊടുക്കാം എന്നൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഈ 32701ൻ്റെ മുകളിൽ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ ലാസ്റ്റിലുള്ളത് ഡു നോട്ട് റിപ്പോർട്ട് ടാർഗറ്റ് ഡീലിനിയേഷൻ മോർ ദാൻ വൺസ് പെർ എൻറ്റയർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വെൻ ദ ട്രീറ്റ്മെൻറ്റ് റിക്വയർസ് ഗ്രേറ്റർ ദാൻ 1 സെഷൻ. ഒരു സെഷനിൽ കൂടുതലുണ്ടെങ്കിലും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഈ ഒരു 32701 എന്നുള്ള കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ തന്നെ ഗൈഡ് ലൈൻ പോലെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോജർ ഹാഡ് എ റൈനോപ്ലാസ്റ്റി ടു കറക്റ്റ് ഡാമേജ് കോസ്ഡ് ബൈ എ ബ്രോക്കൺ നോസ്. 1 year later, he had a secondary rhinoplasty with major revisions. At the end of the second surgery, the incisions were closed with a single layer technique. How would you report the second procedure? ആദ്യം ബ്രോക്കൺ നോസിൻ്റെ ഡാമേജിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. 1 year കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി റൈനോപ്ലാസ്റ്റി വിത്ത് മേജർ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് സർജറി ഇൻസിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തത് സിംഗിൾ ലെയർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് സെക്കൻഡ് പ്രൊസീജിയറിനെ റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 30450 which is rhinoplasty secondary major revision, nasal tip work and osteotomies. ഓപ്ഷൻ ബിയിൽ 30450 തന്നെ, പക്ഷെ അതിൻ്റെ കൂടെ ഒരു മോഡിഫൈ 78 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. മോഡിഫയർ 78 എന്ന് പറയുന്നത് അൺപ്ലാൻഡ് റിട്ടേൺ ടു ദി ഓപ്പറേറ്റിംഗ് ഓർ പ്രൊസീജിയർ റൂം ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഫോളോയിങ് ഇനീഷ്യൽ പ്രൊസീജിയർ ഫോർ എ റിലേറ്റഡ് പ്രൊസീജിയർ ഡ്യൂറിങ് ദി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആണ്. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യൻ്റ് അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് തിരിച്ച് വരുന്നതിനെയാണ് നമ്മൾ മോഡിഫയർ 78 കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഓരോ പ്രൊസീജിയേഴ്സിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയ്സ് എന്ന് പറയുന്നത് ഡിഫർ ചെയ്യും. അതായത് നമുക്ക് മെയിൻലി സിമ്പിൾ പ്രൊസീജിയർ, മൈനർ പ്രൊസീജിയർ, മേജർ പ്രൊസീജിയർ എന്ന് 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. അതിൽ സിമ്പിൾ പ്രൊസീജിയറിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈം എന്ന് പറയുന്നത് 0 days ആണ്. ഓക്കെ, മൈനർ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ 10 days-ഉം മേജർ പ്രൊസീജിയേഴ്സിന് അത് 90 days-ഉം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഷ്യൻ്റ് ആദ്യത്തെ പ്രൊസീജിയർ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രൊസീജിയർ ചെയ്യാൻ 1 year later ആണ് വരുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 30420 വിച്ച് ഇസ് റൈനോപ്ലാസ്റ്റി പ്രൈമറി ഇൻക്ലൂഡിങ് മേജർ സെപ്റ്റൽ റിപ്പയർ. ഇവിടെ സെപ്റ്റൽ റിപ്പയർ ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല, മേജർ റിവിഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഓപ്ഷൻ ഡി 30430 എന്ന് പറയുന്നത് റൈനോപ്ലാസ്റ്റി സെക്കൻഡറി മൈനർ റിവിഷൻ ആണ്. സ്മോൾ എമൗണ്ട് ഓഫ് നേസൽ ടിപ്പ് വർക്ക് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി റൈനോപ്ലാസ്റ്റി വിത്ത് മേജർ റിവിഷൻസ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡൗട്ട് വരാവുന്നത് ഒരു സിംഗിൾ ലെയർ ടെക്നിക്കിൽ ക്ലോഷ്യർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം യൂഷ്വലി ഏതൊരു ഓപ്പൺ പ്രൊസീജിയർ, ഒരു ഇൻസിഷനൊക്കെ ഇട്ടിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യുകയാണ്, ഒരു റൈനോപ്ലാസ്റ്റി ഒക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഇൻസിഷൻ വരും, അവിടെ ഒരു സ്യൂച്ചർ ഇടേണ്ട ആവശ്യം വരാറുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസിൽ ഇപ്പോൾ 30450 ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. അതായത് മേജർ റിവിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ 12014 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിമ്പിൾ ലെയർ അല്ലെങ്കിൽ സിമ്പിൾ ക്ലോഷ്യറൊക്കെ ഓൾറെഡി ഒരു ഇങ്ങനത്തെ മേജർ പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ.